ആദ്മി പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നേടിയ വോട്ടുകൾ വലിയ ചർച്ചയാവുകയാണ് ഈ സമയത്ത്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, അവിടെ അരവിന്ദ് കെജ്രിവാളിന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഡൽഹി പിടിക്കാൻ ആം ആദ്മിക്ക് മറ്റാരുടെയും സഹായം വേണ്ട എന്നൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഇത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങി വരവിന് കാരണമായത്? അതായത് കോൺഗ്രസ് ഒരുപക്ഷെ ഒന്നുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു അട്ടിമറി തന്നെ നടത്താൻ കഴിയുമായിരുന്നു. ശ്രീജ, തീർച്ചയായും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായിരുന്നു. കാരണം സമീപകാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു എടുത്തു പറയുന്നൊരു പെർഫോമൻസ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഹരിയാന ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാടുന്ന സ്ഥലമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. പക്ഷേ ഭരണത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അതിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. മഹാരാഷ്ട്രയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്. അവിടെയും ഭരണത്തിൽ എത്തുമെന്നൊക്കെ കണക്കുകൂടലുണ്ടായിരുന്നു. ചില സൂചനകളൊക്കെ, എക്സിറ്റ് പോളുകളൊക്കെ തന്നെ അങ്ങനെ, പ്രീപോൾ സർവേകളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും ബി.ജെ.പി NDA സഖ്യം അധികാരത്തിൽ തുടരുന്നതാണ് കണ്ടത്. അപ്പോൾ ഡൽഹി പരമ്പരാഗതമായ അവരുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും വോട്ട് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. സീറ്റുകൾ കിട്ടുന്നത് ബോണസ് എന്ന് കോൺഗ്രസ് കണക്കൂട്ടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ന്യൂഡൽഹിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ അവിടെ സന്ദീപ് ദീക്ഷിതാണ് എതിരാളിയായി വന്നത്. സന്ദീപ് ദീക്ഷിത്ത് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ ആദ്യം മുതൽ എതിർക്കുന്ന നേതാവാണ്. പ്രത്യേകിച്ച് അതിന് ഒന്നാമത്തെ കാരണം ഷീലാ ദീക്ഷിത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. അതും ഇതേ ന്യൂഡൽഹിയിൽ 3 തവണ ഷീലാ ദീക്ഷിത്ത് അവിടെ നിന്ന് വിജയിച്ചു. മുൻപ് ഗോൾ മാർക്കറ്റ് ആയിരുന്നു മണ്ഡലത്തിന്റെ പേര്. അതിനുശേഷം ന്യൂഡൽഹി ആകുമ്പോൾ 3 തവണ തുടർച്ചയായി ഷീലാ ദീക്ഷിത്ത് അവിടെ വിജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ അതിനെ എതിർത്ത നേതാവാണ് സന്ദീപ് ദീക്ഷിത്ത്. അതുകൊണ്ട് തന്നെ സന്ദീപ് ദീക്ഷിത്തിനെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ തോൽപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ തോറ്റ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് സന്ദീപ് ദീക്ഷിത്തിന് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സന്ദീപ് ദീക്ഷിത്തിനൊരു പ്രതികാരമാണ്. മാത്രവുമല്ല, സഖ്യമില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി ഇതിനകത്ത് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കേജ്രിവാൾ തന്നെയാണ് ഈ സഖ്യം ഇല്ല എന്നൊരു പ്രഖ്യാപനം ആദ്യം പരസ്യമായി തന്നെ പറയുകയും ചെയ്തത്. ഏതായാലും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത ശക്തമാണ്. ഇന്ത്യ സഖ്യത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ അത് വെല്ലുവിളി കൂട്ടുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ തോൽവിക്ക് പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആദ്യം ഇനിയും വഴക്കുകൂടൂ എന്ന് പരാമർശം നടത്തിയത്. എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട സമയമായി. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന പ്രതികരണം CPI ജനറൽ സെക്രട്ടറി D. രാജയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ഉദ്ധവ് താക്കറെ ശിവസേന പ്രതികരിച്ചിരിക്കുന്നത് സഖ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറിയെന്ന പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കക്ഷികളും ഈ സഖ്യമില്ലാതെ പരസ്പരം മത്സരിച്ചതിനെയും കോൺഗ്രസ് ആണ് പല സീറ്റുകളിലും തോൽവിക്ക് കാരണമെന്ന വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് തൃണമൂൽ കോൺഗ്രസ്, ഡൽഹിയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അവിടെ സ്വീകരിച്ചിരുന്നത്. അവിടെ കോൺഗ്രസ് ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇനി മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ബീഹാറാണ്. കാരണം ബീഹാറിൽ ഇന്ത്യ സഖ്യം തന്നെയാണ് മത്സരിക്കുന്നത്. RJD നയിക്കുന്ന സഖ്യത്തിൽ കോൺഗ്രസ് ഭാഗമാണ്, CPI ML ഭാഗമാണ്, CPM ഉണ്ട്, CPI ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഭരണത്തിലെത്താൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. RJD സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലായിരുന്നു, CPM-ലെ സ്ട്രൈക്ക് റേറ്റ് കൂടുതലായിരുന്നു. CPM മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചു. CPIക്കും അത് തന്നെയാണ് സാഹചര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ തോറ്റതും സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കുറവും കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിലപേശൽ ശേഷിയെ പോലും ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് പോലും സ്വാധീനിച്ചേക്കും. ശ്രീജ, ശരി. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും വരും ദിവസങ്ങളിലും വലിയ ചർച്ചയായിരിക്കും ഒരുപക്ഷെ ഈ വോട്ടെടുപ്പിന് ശേഷം അല്ലെങ്കിൽ വോട്ടെണ്ണലിന് ശേഷം വരുന്ന ഇത്തരം വിവരങ്ങൾ വലിയ ചർച്ചയായിരിക്കും. വലിയ വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വരും എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിൽ. ഇനി മറ്റു വാർത്തകളിലേക്ക്